എപ്പിസോഡ് ഓപ്പണിംഗ് സീനില് ഇപ്പൊ കാഗുരയായിരിക്കും കാണിക്കുക. അവനാണെങ്കിൽ യാഗുരയുടെ പേരമകനാണ്. അവനെ കൊണ്ട് ഒരിക്കലും യാഗുരയെ പോലെ ആയി മാറാനായിട്ട് കഴിയില്ല. അതുകൊണ്ട് ഒരുപാട് കഷ്ടപ്പെട്ട് അവനെ തന്നെ നിയന്ത്രിച്ചും കൺട്രോൾ ചെയ്തുമാണ് ഇത്രയും കാലം ജീവിച്ചത്. ചോച്ചിറോ ആണെങ്കിൽ ഒരുപാട് കാലായി ഹിറുമഗായി സ്ക്വാഡ് അത് അവനോട് യൂസ് ചെയ്യാൻ പറയുന്നു. അതവന്റെ ഗ്രാൻഡ് പേയുടേതായതുകൊണ്ടും അവനും ഗ്രാൻഡ് പേയുടെ തന്നെ ബ്ലഡ് ആയതുകൊണ്ടും അവന്റെ പേടി അവൻ കാരണം മിസ്റ്റ് വില്ലേജ് അത് പഴയതുപോലെ ബ്ലഡ് മിസ്റ്റ് വില്ലേജായി തീരുമോ എന്നതായിരുന്നു. കട്ട് ചെയ്ത കാഗുറ അവനിപ്പോ മിസുകാഗയോട് പറയും, ഇപ്പൊ എനിക്ക് അത്തരത്തിലുള്ള പേടിയില്ല. ആ സ്ക്വാഡ് എടുക്കാൻ ഞാൻ തയ്യാറാണ്. എനിക്കെന്റെ മേലുള്ള വിശ്വാസം അത് ഊട്ടി ഉറപ്പിച്ചത് മറ്റാരുമല്ല, ബൊറൂട്ടോ ആണ്. അവൻ തന്ന സപ്പോർട്ടും എൻകറേജ്മെന്റും ആണ് എന്നില് ഇത്രയും ഡിഫറൻസ് ഉണ്ടാക്കിയത്. ഉടനെ മിസുകാഗ ആള് ഹാപ്പി ആയിട്ട് അവനെ ചേർത്ത് പിടിക്കും. ആക്ച്വലി കാഗുറ, നിനക്കൊരു കാര്യം അറിയോ? നീ ജനിക്കുന്നതിന് മുൻപ് നിന്റെ പിൻ തലമുറക്കാർ ഒരുപാട് പേര് ഫോർത്ത് നിഞ്ച വാറിൽ ഫൈറ്റ് ചെയ്ത് മരണപ്പെട്ടു. അതിൽ ഒരുപാട് സ്കില്ലും കഴിവൊക്കെയുള്ള നല്ല നല്ല ഷിനോബികളെ പോലും നമുക്ക് നഷ്ടപ്പെട്ടു പോയി. അവർ ഫ്യൂച്ചർ ജനറേഷന് വേണ്ടി ഒരുപാട് നല്ല കാര്യങ്ങൾ ചെയ്തു. അതിന് കാഗുറ പറയും, ഉറപ്പായിട്ടും ഞാനും അവരെ പോലെ തന്നെ എന്നെ കൊണ്ട് കഴിയും പോലെ ഒരുപാട് നല്ല കാര്യങ്ങൾ ജനറേഷന് വേണ്ടി ചെയ്യും. അതുകൊണ്ടാണ് ഇത്രയും നാളുകൾക്ക് ശേഷം ആ ഒരു സ്ക്വാഡ് അത് ഏറ്റെടുക്കാൻ ഞാൻ തയ്യാറാവുന്നത്. മിസുകാഗ ആണെങ്കിൽ അവന്റെ കയ്യിൽ ഒരു കീ കൊടുക്കും. അവൻ ആ കീയുമായി വന്ന് ഒരു പ്രത്യേക സ്ഥലത്തുള്ള ഡോറ് അത് ഓപ്പൺ ചെയ്യും. അവൻ ആ ഡോറ് തുറന്ന് അകത്തേക്ക് വരും. അവൻ കാണും ആ 7 സ്ക്വാഡ് അവിടെ നിരത്തി വെച്ചിരിക്കുകയാണ്. അതിൽ അവന്റെ ഗ്രാൻഡ് പേയുടെ ഹിറുമഗറെ സ്ക്വാഡ് അത് കയ്യിലെടുത്ത് അതങ്ങനെ നോക്കുകയാണ്. ബാക്കിയുള്ള 6 സ്ക്വാഡുകളും ആ റൂമിൽ തന്നെയാണുള്ളത്. അപ്പൊ സുഗട്സു അവനാണെങ്കിൽ അത് കണ്ട് നോക്കി നിൽക്കും. അതിനുശേഷം കാഗുറ അവനാണെങ്കിൽ ആ സ്ക്വാഡ് വെച്ച് നല്ല രീതിയിൽ ട്രെയിനിങ് എടുത്തുകൊണ്ടിരിക്കുകയാണ്. ഉടനെ ബൊറൂട്ടോ അവനാണെങ്കിൽ അവൻ ട്രെയിനിങ് എടുക്കുന്നതൊക്കെ കണ്ട് അവിടേക്ക് വരും. വാവ്, അടിപൊളി, നീ നന്നായിട്ട് ഈ സ്ക്വാഡ് ഉപയോഗിച്ച് ട്രെയിനിങ് ചെയ്യുന്നുണ്ട്. എനിക്കിത് ഒരുപാട് ഇഷ്ടമായെന്ന് ബൊറൂട്ടോ പറയും. അതിനുശേഷം കൺഫ്യൂസ്ഡ് ആയിട്ട് ചോദിക്കും, അല്ല നീ എന്തിനാ എന്നെ ഇവിടേക്ക് വിളിച്ചേ? അപ്പോഴായിരിക്കും കാഗുറ പറയാ, ഞാൻ ഈ ഒരു സ്ക്വാഡ് അത് ജനങ്ങൾക്ക് മുൻപിൽ കാണിച്ചു കൊടുക്കാൻ പോവാണ്. സോ അവർക്ക് ഇതിനെക്കുറിച്ച് കാണിച്ചും പറഞ്ഞും കൊടുക്കുന്നതിന് മുൻപ് എനിക്ക് ആദ്യം ഇത് നിനക്ക് കാണിച്ചു തരണം തോന്നി. അതുകൊണ്ടാണ് നിനക്കിപ്പോൾ കാണിച്ചു തരുന്നത്. ശരിക്കും ബൊറൂട്ടോ, നീയാണ് എന്നെ ഇങ്ങനെ മാറ്റിയെടുത്തത്. എനിക്ക് എന്നിൽ തന്നെ ഒരു വിശ്വാസം ഉണ്ടാക്കി. ഈ സ്ക്വാഡ് പോലും ഞാൻ എടുത്തത് നീ തന്ന വിശ്വാസം കൊണ്ട് മാത്രമാണ്. ആക്ച്വലി നീ എന്തു പറഞ്ഞിട്ടാണെന്ന് എനിക്കറിയില്ല, പക്ഷെ എന്തൊക്കെയോ എന്റെ ഹൃദയത്തെ വല്ലാതെ സ്പർശിച്ചു. ബൊറൂട്ടോയ്ക്കാണെങ്കിൽ അത് കേട്ട് ഭയങ്കര സന്തോഷാവും. അങ്ങനെ അവർ ഹാപ്പി ആയിട്ട് നിൽക്കുമ്പോഴായിരിക്കും എന്തോ ഒരു സാധനം ഇപ്പൊ വെള്ളത്തിനടിയിലൂടെ അവരെ അറ്റാക്ക് ചെയ്യുക. സെക്കൻഡുകൾ കൊണ്ട് വാട്ടർ പ്രിസൺ ജിപ്സു അതുപയോഗിച്ച് ഷീസുമ അവനാണെങ്കിൽ കാഗുറയെയും ബൊറൂട്ടോയെയും അവർ രണ്ടുപേരെയും അങ്ങനെ ലോക്കിയാണ്. കാഗുറയാണെങ്കിൽ സീസുമയെ കണ്ട് ഷോക്കാവും. അടുത്ത മിനിറ്റ് തന്നെ അവൻ ആ ജിപ്സു അത് ബ്രേക്ക് ചെയ്ത് രണ്ടുപേരെയും റിലീസ് ചെയ്യും. സീസുമ ആണെങ്കിൽ ഇപ്പൊ ബൊറൂട്ടോട് ചോദിക്കും, നീ ഹൊക്കാഗയുടെ മകൻ ബൊറൂട്ടോ അല്ലേ? അതിന് ബൊറൂട്ടോ പറയും, അതെ, ആക്ച്വലി നിങ്ങളല്ലേ ഞങ്ങൾ അവിടെ വെച്ച് ഹെൽപ്പ് ചെയ്തത്. അതിന് സീസുമ, അതെ, നിങ്ങളുടെ ഫ്രണ്ട് ഡെങ്കി അവനെ തട്ടിക്കൊണ്ടു പോയതും ഈ വില്ലേജിലുള്ള ആൾക്കാരാണെന്ന് ഞാൻ അറിഞ്ഞു. ഞങ്ങളോട് ദയവ് ചെയ്ത് ക്ഷമിക്കണം. ഇതിന് ബൊറൂട്ടോ പറയും, കുഴപ്പമില്ല, അവർക്കുള്ളത് ഞങ്ങൾ അപ്പൊ തന്നെ കൊടുത്തു. അപ്പൊ കാഗുറയ്ക്കാണെങ്കിൽ ഭയങ്കരമായിട്ട് കൺഫ്യൂഷൻ ആവും. കാഗുറ അവൻ ചോദിക്കും, സീസുമ ആക്ച്വലി ലാസ്റ്റ് മിഷനിൽ നിങ്ങൾ ഫെയിൽ ആയതല്ലേ? അതുകൊണ്ട് തന്നെ ഇത്തരത്തിലുള്ള മൂവ്മെന്റ്സ് ഒന്നും നിങ്ങൾക്ക് പാടില്ല എന്നറിഞ്ഞിട്ടും നിങ്ങൾ എന്തിനാ വീണ്ടും ഇങ്ങനൊക്കെ ചെയ്യുന്നേ? അതിന് സീസുമ, എന്നെ കൊണ്ട് പറ്റില്ല. കറണ്ട് മിസുകാകെ അവൻ എന്തു പറഞ്ഞാലും ഞാൻ അനുസരിക്കില്ല. നമ്മുടെ പഴയ കാലം അത് തിരികെ കൊണ്ടുവരാനാണ് ഞാൻ ശ്രമിക്കുന്നത്. കാഗുറ, നിന്റെ കയ്യില് ഇപ്പൊ സ്ക്വാഡുണ്ട്. ഇതുപയോഗിച്ച് വേണം നമ്മുടെ ഈ പദ്ധതിക്ക് നീ തുടക്കം കുറിക്കാൻ. കാഗുറയ്ക്കാണെങ്കിൽ ഒന്നും മനസ്സിലാവില്ല. ഉടനെ ബൊറൂട്ടോ ചോദിക്കും, ഈ വിഡ്ഢി ഇവൻ ഏതാണ്? അത് കേൾക്കേണ്ട താമസം അവനിപ്പോ ബൊറൂട്ടോ ഇട്ടിക്കാനായിട്ട് അങ്ങനെ ഓടിയെടുക്കും. കാഗുറ, നമ്മുടെ വാറ് അത് ഫസ്റ്റ് തന്നെ ഹൊക്കാഗയുടെ മകനെ കൊന്നുകൊണ്ടാവാം. ഇനി ഒന്നും നോക്കണ്ട, ഇവന്റെ തല അത് വെട്ടിയെറിയ്. അത് കേട്ട് കാഗുറ അവൻ ഓടി വന്ന് സീസുമയെ അവനെ സമാധാനിപ്പിക്കാൻ ശ്രമിക്കും. നീ എന്തായി പറയണേ? ഒരു കാരണവശാലും നമ്മൾ വാർ സ്റ്റാർട്ട് ചെയ്യാനോ ഇപ്പോഴുള്ള സമാധാന അന്തരീക്ഷം അത് നശിപ്പിക്കാനോ പാടില്ല. അതിന് സീസുമ പറയും, ആ ലോർഡ് ചോച്ചിറോ അവൻ നിന്നെ മാനിപ്പുലേറ്റ് ചെയ്തിരിക്കുകയാണ്. ഒരടിമയെ പോലെ യൂസ് ചെയ്യാണ്. നീ ഇപ്പോഴെങ്കിലും സത്യം മനസ്സിലാക്കി അതിൽ നിന്ന് പുറത്തു വരണം. നീ കരുതും പോലെയല്ല ചോച്ചിറയുടെ യഥാർത്ഥ സ്വഭാവം. അവൻ പുറത്ത് നന്മ കാണിച്ച് ആരും അറിയാതെ
ഒരുപാട് പേരെ കൊന്നൊടുക്കുന്നുണ്ട്. അത് നിനക്കും അറിയാം, എനിക്കും അറിയാം. അത് കേട്ട് കാഗുറ അവൻ ഒരു സെക്കൻഡ് ഫ്ലാഷ് ബാക്കിലേക്ക് പോവും. ഫ്ലാഷ് ബാക്കിലാണെങ്കിൽ കാഗുറ അവന്റെ സ്ക്വാഡ് വെച്ച് ചുറ്റുമുണ്ടായിരുന്ന എല്ലാവരെയും വെട്ടി വീശും. അവസാനം സീസുമയുടെ നെഞ്ചിലും അവൻ ആഞ്ഞു വെട്ടും. പക്ഷെ സീസുമ അവന്റെ സ്ക്വാഡ് അങ്ങനെ തടഞ്ഞു നിർത്തും. ഉടനെ ചുറ്റുമുള്ള എല്ലാവരും ഇപ്പൊ കാഗുറയെ ചീത്ത വിളിക്കാനായിട്ട് ആരംഭിക്കും. ഇവൻ യാഗുറയുടെ ഗ്രാൻഡ് സൺ ആണ്. സോ തീർച്ചയായിട്ടും ആളുടെ ബ്ലഡ് തന്നെയാണ് ഇവനിൽ ഓടുക. ഇവൻ അക്കാദമിയിൽ ചേർത്തവരെ വേണം ആദ്യം ചീത്ത പറയാമെന്ന് പറഞ്ഞ് അവരെല്ലാവരും അവിടുന്ന് കടന്നുപോകും. ഉടനെ സീസുമ അവനിപ്പോ കാഗുറയുടെ കൈ പിടിച്ച് പറയും, ആക്ച്വലി നീ ചെയ്തതാണ് ശരിയായ കാര്യം. ഇന്നല്ലെങ്കിൽ നാളെ നിന്നെപ്പോലൊരു വാരിയറിനെ എനിക്ക് ആവശ്യമുണ്ട്. കട്ട് ചെയ്താ ഇപ്പൊ പ്രസന്റ് കാണിക്കും. സീസുമ വീണ്ടും അവനെ ടച്ച് ചെയ്ത് മാനിപ്പുലേറ്റ് ചെയ്യാൻ ശ്രമിക്കും. അതിന് കാഗുറ അവന്റെ കൈ തട്ടി മാറ്റും. ഞാൻ ഒരിക്കലും പഴയതുപോലെ ആവില്ല. പണ്ട് ഞാൻ നിങ്ങളുടെ വാക്ക് വിശ്വസിച്ച് ഒരുപാട് കാര്യങ്ങൾ ചെയ്തു. എന്നാൽ ഇപ്പോ ഞാൻ അങ്ങനെയല്ല. ബൊറൂട്ടോയ്ക്കാണെങ്കിൽ ഇതൊക്കെ കേട്ട് ടെൻഷനാവും. ബൊറൂട്ടോ ചോദിക്കും, സത്യം പറയ്, ഇവിടെ എന്താ നടക്കണേ? പക്ഷെ അവരാണെങ്കിൽ ഇപ്പൊ ബൊറൂട്ടോയെ മൈൻഡ് പോലും ചെയ്യില്ല. സീസുമ വീണ്ടും വീണ്ടും കാഗുറയോട് പറയും, നിനക്കൊരു കാര്യം അറിയോ? ആക്ച്വലി ചോച്ചറ അവനാണ് എല്ലാം നശിപ്പിക്കാനായിട്ട് ശ്രമിച്ചുകൊണ്ടിരിക്കുന്നത്. ഇപ്പൊ എന്റെ ഫാമിലിയില് ഞാനല്ലാതെ മറ്റാരുമില്ല. അത് തന്നെയായിരിക്കും നിന്റെ ഫാമിലിയിലും സംഭവിക്കാൻ പോകുന്നത്. ലോകത്തിൽ സമാധാനം കൊണ്ടുവരണമെന്ന് പറഞ്ഞ് അവൻ എല്ലാവരെയും കൊന്നു തള്ളും. ഒരു കാരണവശാലും നമ്മളത് അനുവദിച്ചു കൊടുക്കാനായിട്ട് പാടില്ല. അവനുടനെ അവന്റെ ഷർട്ട് ഊരി ഇപ്പൊ കാഗുറയ്ക്ക് കാണിച്ചു കൊടുക്കും. ഇത് നീ പണ്ട് എനിക്ക് ചെയ്തു തന്ന അടയാളമാണ്. അതുകൂടെ കണ്ടു കഴിയുമ്പോ കാഗുറ അവൻ മുഴുവനായിട്ട് തകരും. കാര്യം വഷളാകാന്ന് മനസ്സിലായ നമ്മുടെ ബൊറൂട്ടോ അവൻ ചാടി വന്ന് സീസുമെ അറ്റാക്ക് ചെയ്യാൻ ശ്രമിക്കും. പക്ഷെ അപ്പോഴേക്കും ഏതോ ഒരു ലേഡി അവൾ അവിടേക്ക് വന്ന് ബൊറൂട്ടോയെ തടയും. ബൊറൂട്ടോ അടുത്ത സെക്കൻഡ് അവന്റെ ക്ലൗൺസുകളെ ക്രിയേറ്റ് ചെയ്ത് അറ്റാക്ക് ചെയ്യാണ്. അതിനുശേഷം ഓരോരോ വില്ലന്മാരായിട്ട് അങ്ങനെ റൗണ്ട് ചെയ്ത് വരും. അവർ വരുംതോറും ബൊറൂട്ടോ ആണെങ്കിൽ അവന്റെ ക്ലൗൺസുകളെ ക്രിയേറ്റ് ചെയ്തുകൊണ്ടേയിരിക്കും. വന്നവരെല്ലാവരും ബൊറൂട്ടോയുടെ ക്ലൗൺസുകളെ ഒന്നൊന്നായിട്ട് അങ്ങനെ തല്ലി തകർക്കും. കാര്യം പിടികിട്ടിയ ബൊറൂട്ടോ അവനിപ്പോ വിൻ സ്റ്റൈൽ പവർ അതങ്ങനെ ക്രിയേറ്റ് ചെയ്ത് ആ വില്ലന്മാർ തകർക്കാനായിട്ട് അങ്ങനെ ഉഷാറായിട്ട് ഓടി വരികയാണ്. അടുത്ത സെക്കൻഡ് ആ വിങ് സ്റ്റൈൽ വെച്ച് ബൊറൂട്ടോ അവൻ ആഞ്ഞടിക്കും. ആ ഒരു അടിയില് ആ വില്ലന്മാർ തെറിച്ചു പോവും. പക്ഷെ ആ മെയിൻ വില്ലൻ അവൻ വിട്ടുകൊടുക്കില്ല. അവൻ വാട്ടർ സ്റ്റൈൽ ഉപയോഗിച്ച് ബൊറൂട്ടോയെ തന്നെ തിരിച്ചടിച്ച് അങ്ങനെ കറക്കി താഴെയിടും. ഉടനെ അവരെല്ലാവരും ചേർന്ന് ബൊറൂട്ടോയെ അങ്ങനെ തല്ലി തല്ലി കൊല്ലുകയാണ്. അവനിപ്പോ അവന്റെ കൺട്രോൾ നഷ്ടപ്പെട്ട് ആ വെള്ളത്തിനടിയിലേക്ക് പോവും. കാഗുറ ഓടി വന്ന് ബൊറൂട്ടോയുടെ കൈ പിടിച്ച് വലിച്ച് അങ്ങനെ കോരിയെടുക്കും. സീസുമ വീണ്ടും ബൊറൂട്ടോട് പറയും, ഞങ്ങളാണ് ആ 7 സ്ക്വാഡ്. മിസ്റ്റ് വില്ലേജിനെ പഴയ റെഡ് മിസ്റ്റ് വില്ലേജ് ആക്കാൻ പോകുന്നവര് ഞങ്ങളാണ്. അതിന് ബൊറൂട്ടോ ചിരിക്കും, നിങ്ങൾ വെറും 6 പേര് മാത്രമേ ഉള്ളൂ. അപ്പോഴായിരിക്കും അവൻ പറയാ, 7ാമത്തെ ആള് അത് മറ്റാരുമല്ല, നിന്നെ താങ്ങിയെടുത്തിരിക്കുന്ന ഞങ്ങളുടെ മെമ്പർ കാഗുറയാണ്. കാഗുറ അവൻ അവിടെ വെച്ച് തന്നെ കൊന്നു തള്ളു. ഈ ബൊറൂട്ടോയെ കൊല്ലുകയാണെങ്കിൽ തീർച്ചയായിട്ടും അടുത്ത വാറ് അത് എത്രയും പെട്ടെന്നുണ്ടാവും. അപ്പൊ ബൊറൂട്ടോ അവൻ ഒരു സെക്കൻഡ് ഇപ്പൊ ഫ്ലാഷ് ബാക്ക് ആലോചിക്കും. എന്തുകൊണ്ടാണ് നറൂട്ടോ ആളെപ്പോഴും ഗ്രാമത്തിനു വേണ്ടി രാപ്പകൽ അധ്വാനിച്ച് മാങ്ഷനിൽ തന്നെ ജീവിച്ചത്? നറൂട്ടോ അവന്റെ ഉത്തരവാദിത്വം അതെത്രമാത്രം ഉണ്ടായിരുന്നുവെന്ന് ഇപ്പോഴായിരിക്കും ബൊറൂട്ടോ അവൻ തിരിച്ചറിയുക. ഇവിടുന്ന് അങ്ങനെ കട്ട് ചെയ്ത ഇപ്പൊ പ്രസന്റ് കാണിക്കും. കാഗുറ അവനാണെങ്കിൽ അവന്റെ സ്ക്വാഡ് എടുത്ത് ബൊറൂട്ടോയ്ക്ക് നേരെ നീട്ടി നിൽക്കുകയാണ്. അതിന് ബൊറൂട്ടോ പറയും, കാഗുറ ഒരു കാരണവശാലും നീ ഇത് മോശം കാര്യത്തിന് യൂസ് ചെയ്യാൻ പാടില്ല. നീ ഇത്രയും കാലം എന്തിനു വേണ്ടി കഷ്ടപ്പെട്ടോ, എന്തിനു വേണ്ടി ജീവിച്ചോ, അത് നീ മറക്കരുത്. ഉടനെ കാഗുറ അവനിപ്പോ ആ സ്ക്വാഡ് എടുത്ത് വില്ലന് നേരെ നീട്ടും. അതിനുശേഷം അവൻ നിലവിളിച്ചു പറയും, ബൊറൂട്ടോ എത്രയും പെട്ടെന്ന് ഇവിടുന്ന് രക്ഷപ്പെട്ടു പോ. അത് കണ്ട് ആ വില്ലൻ ചിരിക്കും. ബൊറൂട്ടോ നിന്റെ പപ്പയോട് ഇതിനെക്കുറിച്ച് ഡീറ്റെയിൽ ആയിട്ട് പറയണം. ഞങ്ങൾ മിസ്റ്റ് വില്ലേജുകാര് അടുത്തൊരു വലിയ വാറിന് വേണ്ടി തയ്യാറെടുത്ത് കഴിഞ്ഞുവെന്ന്. അത്രയും പറഞ്ഞ് ആ വില്ലന്മാര് അവരിപ്പോ അവിടുന്ന് നടന്നു പോവും. അവരുടെ തൊട്ടു പുറകിലായി കാഗുറ. ബൊറൂട്ടോ ആണെങ്കിൽ കാഗുറയെ തടയാൻ ശ്രമിക്കും. അതിന് കാഗുറ പറയും, ഞാനും യാഗുറയുടെ വംശമാണ്, എനിക്കിത് ചെയ്തേ പറ്റൂന്ന് പറഞ്ഞ് അവിടുന്ന് അങ്ങനെ നടന്നു പോവും. ബൊറൂട്ടോയ്ക്കാണെങ്കിൽ ഓൾറെഡി ഒരുപാട് അടി കിട്ടിയതുകൊണ്ട് തന്നെ അവൻ അങ്ങനെ ബോധം കെട്ട് താഴേക്ക് വീഴുകയാണ്. അവിടുന്ന് അങ്ങനെ ബ്ലാക്ക് ഔട്ട് ചെയ്ത ഇപ്പൊ ബൊറൂട്ടോ അവൻ കണ്ണു തുറക്കും. അവന്റെ തൊട്ടു മുൻപില്, സാറടാ ഞാനിപ്പോ എവിടെയാ, എനിക്ക് എന്താ പറ്റിയേ? അതിനവള് പറയും, നീ ആക്ച്വലി ആ പൂളിൽ വീണ് കിടക്കുകയായിരുന്നു. ഇവനാണ് എന്നോട് കാര്യം പറഞ്ഞത്. ബൊറൂട്ടോ ആണെങ്കിൽ അവനെ കണ്ട് ഷോക്കാവും. നീ ആ ഹാച്ചിയോ അല്ലേ, സീസുമഴ ടീമിലെ ഒരു മെമ്പർ? അതിന് ഹാച്ചിയോ പറയും, അതെ, ഞാനും അവന്റെ ടീമിലെ ഒരു മെമ്പർ ആയിരുന്നു. പക്ഷെ അവൻ ഇത്രയും കാലവും അവന്റെ ആവശ്യത്തിന് വേണ്ടി എന്നെ യൂസ് ചെയ്തു. ഇപ്പൊ ഞാൻ അവന്റെ ടീമിലല്ല.
ഒരു കാരണവശാലും അവർ തുടങ്ങാൻ പോകുന്ന ആ വാറ് അത് നടത്താൻ ഞാൻ അനുവദിക്കില്ല. കട്ട് ചെയ്താ ഇപ്പൊ ആ സുഗട്സുവിനെ കാണിക്കും. അവനാണെങ്കിൽ സീസുമയെ നോക്കി അങ്ങനെ നിൽക്കുകയാണ്. യെസ്, ഇവൻ തന്നെയാണ് എന്റെ ഇര. ഇവനെ ഉപയോഗിച്ച് എനിക്ക് ഒരുപാട് കാര്യങ്ങൾ ചെയ്യാൻ കഴിയും. അപ്പൊ അവിടുന്ന് അങ്ങനെ സൂം ഔട്ട് ചെയ്ത മീറ്റ്സിയ ആണെങ്കിൽ അവന്റെ തൊട്ടു പുറകിൽ നിൽക്കുകയാണ്. ഇവിടെ ബൊറൂട്ടോ ആണെങ്കിൽ ഇപ്പൊ അവനോട് ചോദിക്കും, കാഗുറയും സീസുമയും അവർ രണ്ടുപേരും തമ്മിൽ എന്താ ബന്ധം? അപ്പോഴായിരിക്കും അവൻ പറയാ, കാഗുറ അവൻ നല്ലൊരു സ്ക്വാഡ്സ്മാൻ ആണ്, പക്ഷെ അവന്റെ മൈൻഡ് അത് അവനെ കൊണ്ട് കൺട്രോൾ ചെയ്യാനാവില്ല. സീസുമയുടെ നെഞ്ചില് ആ ഒരു വലിയ അടയാളം അതിട്ടത് കാഗുറയാണ്. അവൻ പലപ്പോഴും അതുപയോഗിച്ചാണ് കാഗുറയെ മാനിപ്പുലേറ്റ് ചെയ്യാറ്. അത് കേട്ട് സാറട പറയും, ഇപ്പൊ തന്നെ ഈ കാര്യം സെൻസായി അറിയിക്കണം, അല്ലാതെ വേറെ വഴിയില്ല. ഉടനെ ബൊറൂട്ടോ അവളുടെ കൈ പിടിച്ചു പറയും, ദയവ് ചെയ്ത് ഇതാരോടും പറയാൻ പാടില്ല. ഞാനാണ് ഈ ഫീൽഡ് ട്രിപ്പിന്റെ ലീഡർ. ഞാൻ പറയുന്നതനുസരിച്ച് മാത്രമേ ഓരോ കാര്യങ്ങളും ചെയ്യാനായിട്ട് പാടുള്ളൂ. അവിടുന്ന് അങ്ങനെ ബ്ലാക്ക് ഔട്ട് ചെയ്ത ഇപ്പൊ ആ സ്ക്വാഡ് ഇരിക്കുന്ന സ്ഥലം അത് കാണിക്കും. ആ 7 സ്ക്വാഡും അവിടെ തന്നെ സേഫ് ആയിട്ടുണ്ട്. അതിന്റെ തൊട്ടടുത്തായി ആ സീസുമേൻ ടീമും അവരാണെങ്കിൽ ആ സ്ക്വാഡുകളൊക്കെ എടുത്ത് പുതിയൊരു വാറ് അത് സ്റ്റാർട്ട് ചെയ്യാൻ തയ്യാറായി നിൽക്കുന്നതോട് കൂടെ ഈ ഒരു എപ്പിസോഡും അവസാനിക്കുന്നു. എപ്പിസോഡ് ഇഷ്ടപ്പെടുകയാണെങ്കിൽ തീർച്ചയായിട്ടും ലൈക്ക് ചെയ്യാനും കമന്റ് ചെയ്യാനും ഷെയർ ചെയ്യാനും മറക്കല്ലേ. അടുത്തൊരു അടിപൊളി എപ്പിസോഡുമായിട്ട് കാണുന്നവരെ ഇറ്റ്സ് മീ വിത്ത് മല്ലു എപ്പിസോഡ്.